നമ്മൾ കേരളം ദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം വന്നു. പക്ഷേ അതിദാരിദ്ര്യമുക്തം. അപ്പോൾ എന്നാലും കേവല ദാരിദ്ര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പം ഇവിടെ സാധാരണക്കാർക്കും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പണം, ഒപ്പം തന്നെ ഒരു മാന്യമായ സമ്പാദ്യം, ഒപ്പം തന്നെ റിസ്ക് ഇല്ലാതെ കുറച്ച് പണം ഉണ്ടാക്കുക, ഇൻഷുറൻസ്, അതേപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യത്തിൽ കേരളത്തിലേക്ക് വരാനുണ്ട്. അപ്പോൾ അങ്ങയുടെ വീഡിയോസ് ഞാൻ കാണുമ്പോൾ പലപ്പോഴും പണവുമായി ബന്ധപ്പെട്ട 9 നിയമങ്ങൾ, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ, എങ്ങനെ 3M ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ, മാനേജ് മൾട്ടിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ മട്ടില് ഏത് സാധാരണക്കാരനും എങ്ങനെയാണ് ഒന്ന് സ്വയം പര്യാപ്തതയിലേക്ക് വരാൻ കഴിയുന്നത്? നമുക്ക് 3 കാര്യങ്ങളിലാണ് ജനങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്. ഒന്ന്, ഹൗ ടു മേക്ക് മോർ മണി. 2, ഹൗ ടു മാനേജ് മണി. 3, ഹൗ ടു മൾട്ടിപ്ലൈ മണി. ഈ 3 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ചിന്തിക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. എല്ലാവരും മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എന്താ പറയാ, മോനെ പഠിച്ചിട്ട് നല്ല ജോലി സമ്പാദിക്കണം. ഈ ജോലിയിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാക്കുന്ന അവർക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും പഠിപ്പിച്ചു കൊടുക്കുന്നതാ, നിങ്ങൾ പഠിച്ചോ, അതൊരു ജോലിക്ക് വേണ്ടി ആവരുത്. അത് നിങ്ങൾ അതിൽ നിന്നും അറിവുകൾ ഉൾക്കൊണ്ട് അതിനെ ഒരു ഇൻകം ജനറേറ്റിംഗ് രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അപ്പൊ ഇതാണ് ഇപ്പൊ ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പല രീതിയിലും. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് അത് കോച്ച് ചെയ്ത് അതിന് കറക്റ്റ് ആയിട്ടുള്ള വഴിയും കൂടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ആ സ്ട്രാറ്റജി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഇന്നോവേഷൻ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ ഇവർക്ക് ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എന്താ പറയാ, ഇവിടെ കേരളത്തിലുള്ള ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പുരോഗതിയിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ.